ലഹരിക്കെതിരെ അടിമാലിയിൽ പോലീസിന്റെ മിന്നൽ പരിശോധന. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായിട്ടായിരുന്നു അടിമാലി ടൗണിന്റെ വിവിധയിടങ്ങളിൽ പരിശോധന നടന്നത്. പരിശോധനയിൽ അയൽ സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിടത്തു നിന്നും ചെറിയ അളവിൽ കഞ്ചാവ് കണ്ടെടുത്തു. വരും ദിവസങ്ങളിലും മിന്നൽ പരിശോധന തുടരുമെന്ന് ഡിവൈഎസ്പി ജിൽസൺ മാത്യു പറഞ്ഞു. സംസ്ഥാനത്ത് മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ വ്യാപനത്തിന് തടയിടാൻ ലക്ഷ്യം വെച്ച് പോലീസ് സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന ഡി ഹണ്ട് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ടായിരുന്നു അടിമാലി ടൗണിലും പരിസര പ്രദേശങ്ങളിലും പോലീസിന്റെ മിന്നൽ പരിശോധന നടന്നത്. ഇടുക്കി ഡിവൈഎസ്പി ജിൽസൺ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെയായിരുന്നു പരിശോധന നടത്തിയത്. വഴിയോരങ്ങളിലെ പെട്ടിക്കടകളിലും അയൽ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ലോഡ്ജുകളിലും ആളൊഴിഞ്ഞ ടൗണിലെ ബഹുനില കെട്ടിടങ്ങളിലും ബസ്സുകളിലും സംഘം പരിശോധന നടത്തി. പരിശോധനയിൽ അയൽ സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്നിടത്തു നിന്നും ചെറിയ അളവിൽ കഞ്ചാവ് കണ്ടെടുത്തു. വരും ദിവസങ്ങളിലും മിന്നൽ പരിശോധന തുടരുമെന്ന് ഡിവൈഎസ്പി ജിൽസൺ മാത്യു പറഞ്ഞു. ഡി ഹണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ ചെയ്യുന്നതാണ്. സംസ്ഥാനം മൊത്തം ഉണ്ട്. നമ്മുടെ ജില്ലയിൽ വളരെ ആക്റ്റീവായിട്ട് പരിശോധന നടക്കുന്നുണ്ട്. ലഹരി ഡിറ്റക്ട് ചെയ്യാമെന്ന് അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ അടിമാലി ടൗണിൽ ബസ് സ്റ്റാൻഡിലും അതുപോലെ നമുക്ക് സംശയമുള്ള ചില ഇൻഫർമേഷൻ ഉള്ള ചില കടകളിലൊക്കെ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരിടത്തും നമുക്കൊരു ലേശം കിട്ടിയിട്ടുണ്ട്. അതൊന്ന് വെരിഫൈ ചെയ്ത് വരികയാണ്. അത് ഡോഗിൻ്റെ സഹായത്തോടുകൂടിയാണ്. പ്രത്യേക പരിശീലനം കിട്ടിയ ലേക്ക എന്ന് പറഞ്ഞ ഒരു ഡോഗാണ്. അപ്പോൾ അതിൻ്റെ സഹായത്തോടുകൂടിയാണ് മയക്കുമരുന്ന് ഡിറ്റക്ട് ചെയ്യാനുള്ളൊരു കഴിവുള്ള ഡോഗാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ സഹായത്തോടുകൂടിയാണ് നമ്മളിത് ചെയ്യുന്നത്. കൂടുതൽ 2-3 ടീമുകളായിട്ട് രൂപീകരിച്ച് ഇതുപോലെയുള്ള സർപ്രൈസ് ആയിട്ടുള്ള പരിശോധനകളാണ് ബസ് സ്റ്റാൻഡിലും ബസ്സിലും വരെ ഉൾപ്പെടെ പരിശോധന നടത്തുന്നത്. ആളൊഴിഞ്ഞ ഇടങ്ങളിൽ സംശയാസ്പദമായി കണ്ടവരെയും പോലീസ് പരിശോധനയ്ക്ക് വിധേയരാക്കി. ലഹരിയുടെ ഉപയോഗം നടക്കാൻ ഇടയുള്ളതായി വിവരം ലഭിച്ച സ്ഥലങ്ങളിലും പോലീസ് സംഘമെത്തി. സംശയാസ്പദമായ ചിലയിടങ്ങളിൽ പോലീസ് നായ മണം പിടിച്ചെത്തിയെങ്കിലും ഇവിടങ്ങളിൽ നിന്നും ലഹരി വസ്തുക്കൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കാൻ സംശയാസ്പദമായ ഇടങ്ങളിൽ പോലീസിന്റെ നിരീക്ഷണം തുടരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി.